കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ ഇന്നലെ 5-ാം സർഗം, അതായത് യുദ്ധകാണ്ഡത്തിലത്തെ 5-ാം സർഗത്തിലത്തെ 13-ാമത്തെ ശ്ലോകം കൂടി നമ്മൾ ചെയ്തു. എന്ത് പറഞ്ഞ് നിർത്തിയെച്ചാൽ, അഗസ്ത്യമുനി ഭക്ഷണത്തിനായിട്ട് വന്നിരുന്നു. അപ്പം രാക്ഷസൻ, ഈ തക്കം നോക്കിയിരിക്കുന്ന രാക്ഷസൻ അല്ലേ, എന്ത് ചെയ്തു? ഈ സുന്ദരിയായിട്ടുള്ള ശുകൻ്റെ പത്നിയുടെ വേഷം ധരിച്ച് അവിടെ അഗസ്ത്യൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ശുകൻ്റെ ഭാര്യ അവിടെ ബോധം കിടത്തി അകത്ത്. എന്നിട്ട് ശുകൻ്റെ ഭാര്യയാണെന്ന് ഭാവിച്ച് അവളെ അവിടെ ബോധം കിടത്തിയിട്ട് താൻ ശുകൻ്റെ ഭാര്യയായിട്ട് വേഷം കെട്ടിയിട്ട് നല്ല പലതരത്തിൽ പാകം ചെയ്ത് കൊണ്ടുവന്ന മനുഷ്യ മാംസം അഗസ്ത്യന് വിളമ്പിക്കൊടുത്തു. എന്നിട്ട് ഉടനെ തന്നെ ആ രാക്ഷസൻ മറയും ചെയ്തു. അപ്പോൾ ഈ അശുദ്ധമായിട്ടുള്ള മാംസം വിളമ്പിയത് കണ്ടിട്ട് അഗസ്ത്യമുനി കോപിച്ച് ശുകനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ശുകമുനിയുടെ പത്നിയാണ് വിളമ്പിയതേ. അപ്പോൾ ശുകമുനി അറിഞ്ഞിട്ടാന്നല്ല വിചാരിക്കുക. ദേഷ്യം വന്നിട്ട് ശപിക്കും അഗസ്ത്യനെ. അതാണ് ഇനി വരാൻ പോണത്. ദേഷ്യം വന്നു എന്നേ പറഞ്ഞുള്ളൂ. കോപസാന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. 14, 15, 16 ചെയ്യാൻ വേണമെങ്കിൽ. അമേധ്യം മാനുഷം മാംസം അഗസ്ത്യ ശുകമബ്രവീത് അഭക്ഷ്യം മാനുഷം മാംസം ദത്തവാനസി ദുർമതേ മഹ്യം അത് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് 3 കൂടി ചെയ്യാം. മഹ്യം ത്വം രാക്ഷസോ ഭൂത്വാ തിഷ്ഠത്വം മാനുഷാശനഃ ഇതി ശബ്ദപുരോഭീത്യ പ്രാഹാഗസ്ത്യം മുനേ ത്വയാ ഇദാനീം ഭാഷിതം മേദ്യ മാംസം ദേഹീതി വിസ്തരം തഥൈവ ദത്തം മേ ദേവാ കിം മേ ശാപം പ്രദാസ്യസി. അപ്പം എന്താ വെച്ചാൽ കോപിച്ചു പറഞ്ഞില്ലേ. എന്നിട്ട് അഗസ്ത്യം ശുകം ബബ്രവീത്. അഗസ്ത്യൻ ശുകനോട് എന്താ പറഞ്ഞത്? ദുർമതേ അഭക്ഷ്യം മാനുഷം മാംസം മഹ്യം ദത്തവാൻ അസി. ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത ഈ മനുഷ്യമാംസത്തെ നീ എനിക്ക് വിളമ്പി തന്നിരിക്കുന്നു. ത്വം രാക്ഷസ ഭൂത, അതുകൊണ്ട് നീ രാക്ഷസനായി തീരട്ടെ. മാനുഷാസന തിഷ്ഠ, മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാരാവട്ടെ. എന്നിട്ട് മനുഷ്യരെ തിന്നുന്നവനാവട്ടെ, ആയി ജീവിക്കട്ടെ. ഇതി ശബ്ദ, ഇപ്രകാരം ശപിക്കപ്പെട്ട അവൻ പുരഹ ഭീത്യ, മുൻഭാഗത്ത് പാവം ശുകമുനിയെ പറഞ്ഞിട്ടൊന്നുമില്ലേ, പേടിച്ചിട്ട് അഗസ്ത്യം അഗസ്ത്യനോട് പറഞ്ഞു, മുനേ, അല്ലയോ അഗസ്ത്യമുനെ, ഇദാനീം ത്വയ, ഇപ്പോൾ അങ്ങയാൽ വിസ്തരം മാംസം മേ അദ്യ ദേഹി ഇതി ഭാഷിതം, അങ്ങ് മാംസം എനിക്കിപ്പോൾ തരണം എന്ന് പറഞ്ഞുല്ലോ. എനിക്ക് കുറച്ച് കാലമായി മാംസം കഴിച്ചിട്ട് എനിക്ക് മാംസഭക്ഷണം തരണം അങ്ങ് പറഞ്ഞതുകൊണ്ട് തഥാ ഏവാമേ ദത്തം, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തന്നത്. ഞാൻ ദേവ കിമ്മേ ശാപം പ്രദാസസി, എന്തിനാ എന്നെ ശപിച്ചത് ചോദിച്ചു. അപ്പോൾ അഗസ്ത്യമുനി ദേഷ്യം വന്നിട്ട് ശുകനോട് എന്താ പറഞ്ഞത്? ദുഷ്ടബുദ്ധിയായിട്ടുള്ളവനെ, തിന്നാൻ യോഗ്യമല്ലാത്ത മനുഷ്യമാംസത്തെ നീ എനിക്ക് തന്നില്ലേ, അതുകൊണ്ട് നീ രാക്ഷസനായി പോയിട്ട് മനുഷ്യമാംസം തിന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ജീവിക്കുമാറാകട്ടെ, നീ രാക്ഷസനായി തീരും, എന്നിട്ട് മനുഷ്യമാംസം തിന്നണ രാക്ഷസനായിട്ട് ജീവിക്കാൻ ശപിച്ചു. അപ്പോൾ ശുകൻ അഗസ്ത്യമുനിയുടെ മുമ്പിൽ പേടിച്ച് വിറച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, ഹേ അഗസ്ത്യമുനി, മാംസഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതല്ലേ അങ്ങ്? അതനുസരിച്ചല്ലേ ഞാൻ ഇപ്പം ഈ മാംസം തന്നത്. ഇപ്പം എന്നെ ശപിക്കാൻ എന്താ കാരണം ചോദിച്ചു. ശരിയല്ലേ, വേണമെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ നമുക്ക് 14, 15, 16 വായിച്ചിട്ട് 17 വായിക്കാം.
അമേധ്യം മാനുഷം മാംസം അഗസ്ത്യസുഖമബ്രവീത്. അഭക്ഷ്യം മാനുഷം മാംസം, ഭക്ഷ്യയോഗ്യമില്ലാത്ത മാംസേ. ദത്തവാനസി ദുർമതേ, നീ തന്നില്ലേ ദുർബുദ്ധി. മഹ്യത്വം രാക്ഷസോ ഭൂത്വ തിഷ്ഠത്വം മാനുഷാശന, മനുഷ്യമാംസം തിന്നണ രാക്ഷസനായി തീരട്ടെ. ഇതി ശപ്ത, ശപിച്ചിട്ട്. പുരോഭീത്യ, അപ്പം മുമ്പിൽ പേടിച്ച് നിൽക്കണ. പ്രാഹാഗസ്തം മുനേ ത്വയാ, അഗസ്ത്യമുനിയോട് പറഞ്ഞു ശുകമുനി. ഇദാനീം ഭാഷിതം മേദ്യമാംസം ദേഹീതി വിസ്തരം. തഥൈവ ദത്തം മേ ദേവാ കിം മേ ശാപം പ്രദാസ്യസി. വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങക്കത് വെച്ച് വിളമ്പിയത്, പിന്നെ എന്തിനാ എന്നെ ശപിക്കണ ചോദിച്ചു അല്ലേ. 17. ശ്രുത്വാ ശുകസ്യ വചനം മുഹൂർത്തം ധ്യാനമാസ്ഥിത ജ്ഞാത്വാ രക്ഷകൃതം സർവം തതപ്രാഹം ശുകം സുധീഹി. അപ്പം പെട്ടെന്ന് ഈ ദിവ്യദൃഷ്ടി കൊണ്ട് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. അതാണ് അഗസ്ത്യമുനി. അപ്പം ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി സത്യം. ശുകസ്യ വചനം ശ്രുത്വ, ശുകമുനിയുടെ വാക്ക് കേട്ടിട്ട് മുഹൂർത്തം ധ്യാനം ആസ്ഥിത, കുറച്ച് സമയം ഒന്ന് ധ്യാനത്തിലിരുന്നു. അതേ ദിവ്യദൃഷ്ടി കൊണ്ട് അറിയാനേ. രക്ഷകൃതം സർവം ജ്ഞാത്വ, അപ്പം രാക്ഷസനാണ് ഇതൊക്കെ ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലായിട്ട് തതഹ സുധി ശുകം പ്രാഹ. അപ്പോൾ ശുകമുനിയോട് പറഞ്ഞു, ശപിച്ചു കഴിഞ്ഞു, ശാപം കൊടുത്തു. പക്ഷേ ശുകമുനി ഇങ്ങനൊരു അബദ്ധം ചെയ്തില്ല, അങ്ങ് പറഞ്ഞ പോലെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ദിവ്യദൃഷ്ടി കൊണ്ട് അറിഞ്ഞു ഇതൊരു രാക്ഷസൻ പറ്റിച്ച പണിയാണെന്ന്. അപ്പോൾ ശുകനോട് പറഞ്ഞു. അപ്പം അഗസ്ത്യമുനിയുടെ ദേഷ്യമൊക്കെ മാറി. എന്നിട്ട് ശുകമുനിയോട് പറഞ്ഞു, ശ്രുത്വാ ശുകസ്യ വചനം മുഹൂർത്തം ധ്യാനമാസ്ഥിത ജ്ഞാത്വാ രക്ഷകൃതം സർവം തതപ്രാഹം ശുകം സുധീഹി. 18. തവാപകാരിണ സർവം രാക്ഷസേന കൃതം ത്വിദം അവിചാര്യൈവ മേ ദത്തഃ ശാപസ്തേ മുനിസത്തമ, ഹേ മുനിശ്രേഷ്ഠ, ശുകമുനിയോട് പറയാം. ഇതം സർവം, ഇത് സർവവും തപ അപകാരിണ രാക്ഷസേന കൃത, നിന്നോട് ദേഷ്യമല്ല, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി പുറപ്പെട്ട രാക്ഷസനാണ് ഇത് ചെയ്തത്. ഇതൊക്കെ ചെയ്തത് എന്നോട് ചെയ്ത ഈ അപരാധം നീയല്ല, നിന്നോട് പക വീട്ടാൻ വേണ്ടി ഒരു രാക്ഷസൻ ചെയ്തതാണ്. അപ്പം ഞാൻ ശപിക്കണം ചേട്ടേ. അവിചാര്യ ഏവമേ ശാപ ദത്ത, ഞാൻ അത്ര ആലോചിക്കാതെയാണ് അപ്പം നിന്നെ ശപിച്ചത് എന്ന് അഗസ്ത്യന് വിഷമായി. കാരണം ശുകമുനി അർഹിക്കണില്ല ശാപേ. തവാപകാരിണ സർവം രാക്ഷസേന കൃതം ത്വിദം അവിചാര്യൈവ മേ ദത്തഃ ശാപസ്തേ മുനിസത്തമ. ഇനി തഥാപി മേ വചം അമോഘമേവമേവ ഭവിഷ്യതി. രാക്ഷസം വപുരാസ്ഥായ രാവണസ്യ സഹായകൃത്. പക്ഷെ എന്താ അറിയോ, വലിയ വലിയ മുനിമാരൊക്കെ ശപിച്ചാലേ അത് ഫലിക്കാതെ പറ്റില്ല. അതാണ് തഥാപി മേ വച അമോഘം. എങ്കിലും ഞാൻ തെറ്റായിട്ട് ചെയ്തതാണത്, എങ്കിൽ പോലും എൻ്റെ വാക്ക് നിഷ്ഫലാവില്ല, അമോഘാവില്ല. വച അമോഘ അല്ല, അതായത് അത് ഫലവത്താവും. ഏവം ഭവിഷ്യതി, ഇപ്രകാരം തന്നെ ഭവിക്കും. നീ രാക്ഷസനാവാതെ തരല്ല, ഞാൻ ശപിച്ചു കഴിഞ്ഞു. രാക്ഷസം ബബു ആസ്ഥായ, രാക്ഷസ ശരീരത്തെ എടുത്തിട്ട് രാവണസ്യ സഹായകൃത് താവത്, അതായത് രാവണസ്യൻ്റെ സഹായിയാവും നീ. അപ്പം എന്താ പറഞ്ഞ വെച്ചാൽ, എനിക്കിപ്പം ഇനി ഈ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ശാപം, എൻ്റെ ശാപം ഞാൻ പറഞ്ഞു പോയി, അതിനിപ്പോൾ ഫലിക്കാതിരിക്കില്ല. അതുകൊണ്ട് നീയെ രാക്ഷസനായിട്ട് തന്നെ തീരും. അങ്ങനെ കുറച്ചു കാലം ജീവിക്കൂ, എന്നിട്ട് രാവണൻ്റെ സഹായിയായി തീരും എന്നാണ് അതിൽ പറഞ്ഞത്. രാവണസ്യ സഹായകൃത് അല്ലേ. തഥാപി മേ വചോമോ അമോഘമേവമേവ ഭവിഷ്യതി, അത് സത്യമായിട്ട് തന്നെ ഫലിക്കും. രാക്ഷസം വപുരാസ്ഥായ രാവണസ്യ സഹായകൃത്. 20. തിഷ്ഠതാവദ്യതാ രാമോ ദശാനനവധായ ഹി ആഗമിഷ്യതി ലങ്കായാഹ സമീപം വാനരൈ സഹ. അപ്പോൾ താവത്തിഷ്ഠ, അതുവരെ രാവണന് സഹായം ചെയ്യുന്നവനായിട്ട് രാമഃ ദശാനനവധായ വാനരൈഹി സഹ, രാമൻ രാവണനെ കൊല്ലാനായിക്കൊണ്ട് വാനരന്മാരോടു കൂടി ലങ്കായാഹ സമീപം യഥാ ആഗമിഷ്യതി, ലങ്കയുടെ അടുത്ത് വരും.
ഇപ്പം നീ രാവണൻ്റെ സഹായിയാവും. എന്നിട്ട് അതായത് അങ്ങനെ കുറേ കാലം നീ രാവണൻ്റെ സഹായിയായിട്ട് രാക്ഷസനായിട്ട് ജീവിക്കേണ്ടി നിവൃത്തിയുള്ളൂ. എന്നിട്ട് രാമൻ രാവണനെ വധിക്കാനായിട്ട് വാനരന്മാരോടുകൂടി ലങ്കയിൽ എത്തും. ലങ്കയുടെ സമീപത്തെത്തും. ആദ്യം കുറച്ച് അകലെ നിൽക്കുള്ളൂല്ലോ, സമീപത്തെത്തും. പ്രേഷിതോ രാവണേന ത്വം ചാരോ ഭൂത്വാ രഘൂത്തമം ദൃഷ്ട്വാ ശാപാദ്വീർമുക്തോ ബോധയിത്വാ ച രാവണം തത്വജ്ഞാനം തതോ മുക്ത പരം പത്മവാപ്സ്യസി. അപ്പോൾ എന്നിട്ട് നീ അവിടെ ലങ്കയുടെ സമീപത്തെത്തും ശ്രീരാമൻ രാവണനെ കൊല്ലാനായിട്ട്. അപ്പോൾ രാവണനെ പ്രേഷിതാത്വം, രാവണനാൽ അയക്കപ്പെട്ട അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെട്ട നീയ് ചാരഹഭൂത്വ, നീയ് ഒരു രാമൻ്റെ ദൂതനാവും. ചാരൻ എന്നാണ് ഇവിടെ പറയുന്നത്, ചാരനായിട്ട് രഘൂത്തമം ദൃഷ്ട്വ. അപ്പോൾ നീ പോയിട്ട് രാമനോട് വിവരമൊക്കെ പറയാൻ വേണ്ടി രാവണൻ നിന്നെ അയക്കും. അപ്പോൾ നീ രാമനോട് പോയി രാമനെ കണ്ട് ദൃഷ്ട്വ എന്ന് പറഞ്ഞു, കണ്ട് ശാപാത് വിനിർമുക്ത, ശാപത്തിൽ നിന്ന് മോചിതനായി രാവണം തത്വജ്ഞാനം ബോധയിത്വ, രാവണനെ നീ തത്വജ്ഞാനം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കും. ആ സമയത്ത് ആ തത്വജ്ഞാനം കഴിഞ്ഞാൽ തതഃ മുക്ത, പിന്നെ നീ മുക്തനായിട്ട് പരംപദം അവാപ്സ്യസി, നീ പരമപദത്തെ പ്രാപിക്കും. അഗസ്ത്യനെ അറിയാതെ ശപിച്ചതാണെന്ന് നല്ല ബോധ്യമായി. പക്ഷെ ശാപം നിഷ്ഫലാവില്ല. അപ്പോൾ കുറച്ചു കാലം രാക്ഷസനായിട്ട് ഇരുന്നിട്ട് രാവണനെ വധിക്കാൻ വാനരന്മാരോട് ലങ്കയുടെ സമീപത്ത് വരുമ്പോൾ നീ സൈന്യത്തിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിന്നെ ദൂതനായിട്ട് അയക്കും. അപ്പോൾ നീ ചാരൻ്റെ വേഷത്തിൽ നീ വാനര സൈന്യത്തിൽ പ്രവേശിച്ച് രാമനെ അന്ന് നിനക്ക് കാണാനും സാധിക്കും. അതോടുകൂടി രാമനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ശാപത്തിൻ്റെ ഫലം അപ്പം തന്നെ അവസാനിക്കും. തിരിച്ചു വന്ന് രാവണനോട് രാമൻ്റെ രഹസ്യ തത്വമൊക്കെ നീ ഉപദേശിക്കണം. അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം നിനക്ക് ഈ മോക്ഷം തന്നെ കിട്ടും. ഈ ശരീരത്തിൽ നിന്നും കർമ്മബന്ധനത്തിൽ നിന്നും ഈ ശരീരത്തിൽ നിന്ന് നിനക്ക് മോക്ഷം കിട്ടി, നിനക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞു ശുഗമുനിയോട്. അല്ല, വലിയ മുനിയല്ലേ, അങ്ങനെ ഒരു വിധി. അതുകൊണ്ട് കുറച്ച് കാലം രാക്ഷസനായി വേണ്ടി വന്നു. പക്ഷെ ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ ആ ശാപമോക്ഷം കിട്ടി. അപ്പോഴാണ് ജ്ഞാനോദിച്ചു. ശുഗമുനി തന്നെ ആയി. അപ്പോഴേ ശ്രീരാമനെ ഇങ്ങോട്ട് കണ്ടില്ലേ, ആ രാക്ഷസനാവട്ടെ ഉള്ള ശാപത്തിന് മുക്തനായി. അപ്പം ജ്ഞാനം ഉദിച്ചു, ശുഗമുനിയായിട്ടുള്ള ജ്ഞാനം ഉദിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് തത്വജ്ഞാനം ഉപദേശിച്ചതേ. അപ്പോൾ തത്വജ്ഞാനം ഉപദേശിക്കണമെന്നും പറഞ്ഞു അഗസ്ത്യൻ. തത്വജ്ഞാനം ഉപദേശിച്ചത് അന്ന് അഗസ്ത്യൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഇപ്പോൾ ഈ ശാപമോക്ഷം ലഭിച്ച ശുഗൻ രാവണനോട് വന്ന് ഉപദേശിച്ചതേ. അത് കഴിഞ്ഞ് ശുഗന് മോക്ഷം ലഭിക്കും. അതാണ് ശുഗൻ്റെ കഥ. പ്രേഷിതോ രാവണേന ത്വം ചാരോ ഭൂത്വാ രഘൂത്തമം ദൃഷ്ട്വാ ശാപാദ്വിനിർമുക്തോ ബോധയിത്വാ ച രാവണം തത്വജ്ഞാനം തതോ മുക്തഃ പരംപദമവാപ്സ്യസി. പരമപദം എന്ന് പറഞ്ഞ് മോക്ഷം ലഭിക്കും നിനക്ക്. ഇനി 2 ശ്ലോകം ഒന്നിച്ചാണ്. ഇത്യുക്തോഗസ്ത്യ മുനിന ശുകോ ബ്രാഹ്മണ സത്തമ ബഭൂവ രാക്ഷസ സദ്യോ രാവണം പ്രാപ്യ സംസ്ഥിതം ഇദാനീം ചാരരൂപേണ ദൃഷ്ട്വാ രാമം സഹാനുജം രാവണം തത്വവിജ്ഞാനം ബോധയിത്വാ പുനർദ്രുതം പൂർവവത് ബ്രാഹ്മണോ ഭൂത്വാ സ്ഥിതോ വൈഖാനസൈ സഹ. എന്താ അറിയോ? ബ്രാഹ്മണ സത്തമാശുക, ബ്രാഹ്മണോത്തമനായ ആശുകൻ, അതായത് ശുഗമുനി, അഗസ്ത്യമുനിന ഇതി ഉക്ത, അഗസ്ത്യമുനി ഇപ്രകാരം പറയപ്പെട്ടവനായിട്ട് സദ്യ രാക്ഷസ ബഭുവ, പെട്ടെന്ന് രാക്ഷസനായി. ആ ശാപം ഫലിച്ചു. ഇത് പറയണ കേട്ട ഉടനെ ശുഗമുനി രാക്ഷസനായി. രാവണം പ്രാപ്യ സംസ്ഥിത, രാവണൻ്റെ കുറകാലം താമസിച്ചു. ഇതാനും ചാരരൂപേണ, ഇപ്പോൾ ചാരൻ്റെ രൂപത്തിൽ സഹാനുജം രാമൻ ദൃഷ്ട്വ, രാമനെയും ലക്ഷ്മണനെയും കണ്ടിട്ട് രാവണം തത്വവിജ്ഞാനം ബോധയിത്വ, രാവണനെ രാമരഹസ്യം ബോധിപ്പിച്ച് പുനദ്രുതം പൂർവവത് ബ്രാഹ്മണ ഭൂത്വ, പിന്നെയും വേഗം ശുഗമുനി തന്നെയായി ഭവിച്ച്, അതായത് പണ്ടത്തെ പോലെ ബ്രാഹ്മണനായി ഭവിച്ചിട്ട് വൈഖാനസൈഹി സഹസ്ഥിത, വാനപ്രസ്ഥാനന്മാരോട് കൂടി സ്ഥിതനായി. അതായത് പിന്നെ പണ്ടത്തെ പോലെ തന്നെ വാനപ്രസ്ഥത്തിലിരുന്നു, പിന്നെ മോക്ഷം കിട്ടിട്ടോ. അങ്ങനെയാണ്.
അതായത് ഈ ബ്രാഹ്മണോത്തമനായ ശുകമുനിയോട് അഗസ്ത്യ മഹർഷി ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ആ ശാപം ഭരിച്ചു. ശുകൻ രാക്ഷസനായി രാവണൻ്റെ സമീപത്ത് കുറച്ചു കാലം വസിച്ചു. ഇപ്പം ചാരൻ്റെ വേഷത്തിൽ ലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമദേവനെ ദർശിച്ചു. രാവണന് തത്വോപദേശം ചെയ്തു. ഉടൻ തന്നെ മുമ്പത്തെ പോലെ ശുകമുനിയായിട്ട് ഭവിച്ചു. വാനപ്രസ്ഥം ചെയ്യണ ബാക്കിയുള്ളവരോടുകൂടി വസിച്ചു. അതായത് ഈ അഗസ്ത്യ മഹർഷിയെ പോലുള്ള മഹാത്മാക്കളുടെ വാക്കിന് അത്ര ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ശാപം ഫലിക്കാണ്ടിരിക്കില്ല. പക്ഷേ അതായത് ആ ശാപമോക്ഷം കൊടുത്തുല്ലോ. അതുകൊണ്ടാണ് പൂർവ്വജന്മത്തിൽ ഇത്രയും നന്മ ചെയ്യുകൊണ്ടാണ് കുറച്ച് കാലേ രാക്ഷസനായി വേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പണ്ടത്തെ പോലെ ജ്ഞാനിയായിട്ടുള്ള ആയി പിന്നെ മോക്ഷം കിട്ടും. ഇത്യുക്തോ അഗസ്ത്യമുനിന ശുഖോ ബ്രാഹ്മണ. അത് ശുഖൻ്റെ പൂർവ്വജന്മത്തിനെ പറ്റി പറയാണ് കേട്ടോ. ഈ ശുഖൻ എന്നുള്ള രാക്ഷസൻ്റെ പൂർവ്വജന്മമാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. ഇത്യുക്തോ അഗസ്ത്യമുനിന ശുഖോ ബ്രാഹ്മണ സത്തമ ബഭൂവ രാക്ഷസ സദ്യോ രാവണം പ്രാപ്യ സംസ്ഥിത. ഇദാനീം ചാരരൂപേണ ദൃഷ്ട്വാ രാമം സഹാനുജം രാവണം തത്വവിജ്ഞാനം ബോധയിത്വാ പുനർദ്രുതം. പൂർവവത് ബ്രാഹ്മണോ, പണ്ടത്തെ പോലെ ബ്രാഹ്മണനായി ഭൂത്വാ സ്ഥിതോ വൈഖാനസൈ സഹ. പിന്നെ ബാക്കി ഈ വാനപ്രസ്ഥം ചെയ്യുന്ന ബാക്കിയുള്ളവരോട് കൂടെ താമസിച്ചു. തഥാ സമാഗമദൃദ്ധോ മാല്യവാൻ രാക്ഷസോ മഹാൻ ബുദ്ധിമാൻ നീതി നിപുണോ രാജ്ഞോ മാധുപ്രിയപ്രിയപിതാ. പ്രാഹതം രാക്ഷസം വീരം പ്രശാന്തേനാന്തരാത്മനാ ശൃണുരാജൻ വചോ മേദ്യ ശ്രുത്വാ കുരു യഥേപ്സിതം. ഇപ്പം എത്ര ആളായി ഉപദേശിക്കുന്നു രാവണനില്ലേ. കുംഭകർണൻ ഒരു ചെറിയൊരു ഉപദേശം ചെയ്തു, കേട്ടില്ല. വിഭീഷണൻ വലിയ ഉപദേശം ചെയ്തു, കേട്ടില്ല. ശുകൻ വലിയ ഉപദേശം ചെയ്തു, കേട്ടില്ല. ഇനി കേട്ടോളൂ. തഥാ അനന്തരം ബുദ്ധിമാൻ നീതി നിപുണ, ബുദ്ധിമാനും നീതിശാസ്ത്രത്തിൽ സമർത്ഥനും മഹാൻ വൃദ്ധ, മഹാനായിട്ടുള്ള ഒരു വളരെ പ്രായം ചെന്ന രാജ്ഞ മാധുപ്രിയ പിത, രാജാവിൻ്റെ മാതാവിൻ്റെ അച്ഛനും, അതായത് രാവണൻ്റെ അമ്മയുടെ അച്ഛൻ, മാതാമഹൻ, കൈകസിയുടെ അച്ഛൻ ട്ടോ. രാജ്ഞ മാധു, രാജാവിൻ്റെ മാതാവാരാ? രാവണൻ്റെ മാതാവ് കൈകസിയാണ്. കൈകസിയുടെ അച്ഛനായിട്ടുള്ള മാല്യവാൻ രാക്ഷസ, മാല്യവാൻ എന്ന പേരുള്ള രാക്ഷസൻ സമാഗമത് അവിടെ എത്തി. അതായത് അമ്മയുടെ അച്ഛൻ, മാതാമഹൻ അവിടെ എത്തി, രാവണൻ്റെ മാതാമഹൻ. എന്നിട്ട് പ്രശാന്തേന അന്തരാത്മന, ഏറ്റവും ശാന്തമായ മനസ്സോടുകൂടി വീരം, ശൂരനായ തം രാക്ഷസം, രാവണനോടെ, ആ രാക്ഷസനോട് പ്രാഹ പറഞ്ഞു, രാജൻ, അല്ലയോ രാജാവേ, മേ വച, എൻ്റെ വാക്കിനെ അദ്യ ശൃണു, കേൾക്കൂ, ശ്രവിച്ചാലും ശ്രുത്വ, ശ്രവിച്ചിട്ട് യഥേപ്സിതം തൻ്റെ കുരു, യഥേപ്സിതം കുരു, ഇത് കേൾക്കൂ, ഏതായാലും കേട്ടിട്ട് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആരാ? മുത്തശ്ശൻ. ശുകൻ പോയതിന് ശേഷം രാവണൻ്റെ അടുത്തേക്ക് ആരാ വന്ന്? മാല്യവാൻ എന്ന പേരായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള രാക്ഷസൻ വന്നു. ആ രാക്ഷസൻ സ്വന്തം മുത്തശ്ശനാണ്, അമ്മയുടെ അച്ഛൻ. നല്ല വൃദ്ധനായിരുന്നു, അതായത് നല്ല പ്രായം ചെന്ന അറിവുള്ള ആളാണ്, നല്ല സദാചാര ശുദ്ധിയൊക്കെ ഉണ്ട്, മഹാനാണ്. അപ്പോൾ ബുദ്ധിമാനാണ്, ന്യായവും അന്യായവും അറിയണ ആളാണ്, അതായത് നീതിശാസ്ത്രത്തിൽ നിപുണനാണ്. പറഞ്ഞില്ലേ, രാവണൻ്റെ അമ്മയായിട്ടുള്ള കൈകസിയുടെ അച്ഛനാണ്, പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള യോഗ്യത മുഴുവൻ തികഞ്ഞ ഈ മാല്യവാൻ രാവണനോട് നല്ല ശാന്തനായിട്ട് പറഞ്ഞു, ഹേ രാജാവേ, ഇപ്പം ഞാൻ അങ്ങോട്ട് ഒരു കാര്യം, ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് കേൾക്കൂ ശ്രദ്ധയോട് കൂടിയിട്ട്. പിന്നെ കേട്ടതിന് ശേഷം തൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞാൻ പറയണത് കേൾക്കണമെന്നൊന്നും നിർബന്ധിച്ചില്ല മാല്യവാൻ. തതസമാഗമ വൃദ്ധോ മാല്യവാൻ രാക്ഷസോ മഹാൻ ബുദ്ധിമാൻ നീതി നിപുണോ രാജ്ഞോ
മാതുപ്രിയപിതാ പ്രാഹതം രാക്ഷസം വീരം പ്രശാന്തേനാന്തരാത്മനാ ശൃണുരാജൻ വചോമേദ്യ ശ്രുത്വാ കുരു യഥേപ്സിതം. ഞാൻ പറയണത് കേട്ടിട്ട് പിന്നെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറയാം. ഇനി നമുക്ക് 3 ശ്ലോകം ഒന്നിച്ചാണ്, അത് വായിക്കാം. യഥാ പ്രവിഷ്ടാ നഗരീം ജാനകീ രാമവല്ലഭ തദാതിപുര്യാം ദൃശ്യന്തേ നിമിത്താനി ദശാനന ഘോരാണി നാശഹേതൂനി താനി മേ വദത ശൃണു ഖരസ്തനിതനിഷ്ഘോഷാ മേഘ അതിഭയങ്കരാः ശോണിതേനാഭിവർഷന്തി ലങ്കാമുഷ്ണേന സർവദാ രുദന്തി ദേവലിംഗാനി സിദ്ധ്യന്തി ചപലന്തി പ്രബലന്തി ഹാ സ്വിദ്യന്തി പ്രചലന്തി ച. ഇത് ആരുടെ വാക്കറിയോ? മാല്യവാൻ്റെ. എന്താണ് പറഞ്ഞത്? രാമവല്ലഭ ജാനകിയും, രാമൻ്റെ പത്നിയായ ജാനകിയെ യഥാ നഗരീം പ്രവിഷ്ട, എപ്പോഴാണ് ഈ രാമപത്നിയായിട്ടുള്ള ജാനകി ഈ ലങ്കാനഗരത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ ആ സമയം എപ്പോഴാണ് പ്രവേശിച്ചുവോ? തദാതി പുര്യാം, അന്ന് മുതൽ, പുര്യാം ച ഈ ലങ്കാപുരിയിൽ, ദശാനന ഹേ രാവണ, നാശഹേതൂനി ഘോരാണി നിമിത്താനി, നാശ സൂചകങ്ങളായിട്ടുള്ള പല പല നിമിത്തങ്ങൾ, അതായത് ചീത്ത നിമിത്തങ്ങൾ, പ്രതികൂലമായിട്ടുള്ള നിമിത്തങ്ങൾ. അതായത് ജാനകി എപ്പോഴാണ് ഈ ലങ്കാപുരിയിൽ പ്രവേശിച്ച് അപ്പം തൊട്ട് നാശം വരും എന്ന് സൂചിപ്പിക്കുന്ന പ്രതികൂലമായിട്ടുള്ള നിമിത്തങ്ങൾ ദൃശ്യന്തേ കാണപ്പെടുന്നു. വദതാമേ, ഇത് പറയുന്ന എന്നിൽ നിന്ന് താനി ശൃണു, ഞാൻ പറയാം എന്തൊക്കെ പ്രതികൂല നിമിത്തങ്ങളാണ് നമ്മൾ ജാനകി ഇവിടെ കൊടുന്നതിന് ശേഷം കാണുന്നത് ഞാൻ പറയാം, അത് കേട്ടോളൂ. ഖരസ്തനിത നിർഘോഷാഹ, അതായത് ഭയങ്കര ഗർജനം, അതായത് ഇടി, ഭയങ്കര ശക്തിയിലുള്ള ഇടിവെട്ടോടു കൂടിയ മേഘം. പിന്നെയോ അതായത് പേടിയവും, അതിഭയങ്കര മേഘ, ഇടിവെട്ടുന്ന പോലെ ഗർജിക്കുന്ന ഏറ്റവും ഭയങ്കരമായ മേഘങ്ങൾ. ഉഷ്ണേന ശോണിതേന, ചൂടുള്ള രക്തം കൊണ്ട് സർവ്വതാ ലങ്കാം അഭിവർഷന്തി. എങ്ങനത്തെ മഴ പെയ്യണ? ചോരമഴ. അതിഭയങ്കരമായ ഇടിവെട്ടിക്കൊണ്ട് എന്ത് മഴ പെയ്യണറിയോ? വെള്ളം കൊണ്ടുള്ള മഴയല്ല, ചോരമഴ. ശോണിതേന, ഉഷ്ണേന ശോണിതേന, ചൂടുള്ള രക്തം കൊണ്ട് സർവ്വതാ ലങ്കാം അഭിവർഷന്തി, എപ്പോഴും ലങ്കയുടെ 4 ഭാഗത്തും ചോരമഴ പെയ്യണു. ദേവലിംഗാനി രുദന്തി, ഈശ്വരബിംബങ്ങളൊക്കെ കരയണു. സാധാരണ ഈശ്വരബിംബങ്ങൾ കരയോ? ബിംബങ്ങളുടെ കണ്ണിന്ന്, സ്റ്റാച്ചു ആണ്, എന്നിട്ട് ബിംബങ്ങളുടെ കണ്ണിന്ന് കണ്ണീര് വരണു. സ്വിദ്യന്തി, വിശർക്കണു. പ്രചലന്തീച്ച, കരയണു. എന്താ പറയണറിയോ? ഈ ശ്രീരാമപത്നിയായിട്ടുള്ള ജാനകിയെ ലങ്കാപുരിയിൽ പ്രവേശിച്ചത് മുതൽ, ജാനകി എപ്പോഴാണ് നീ ലങ്കയിലേക്ക് കൊണ്ടുവന്ന, ജാനകി എപ്പോഴാണ് ഇവിടെ വന്നത്, അപ്പം തൊട്ട് രാവണ അതിഭയങ്കര നാശത്തെ സൂചിപ്പിക്കുന്ന പ്രതികൂല ലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കൂ. അതികഠിന ശബ്ദങ്ങളോടുകൂടിയ മഹാഭയങ്കര മേഘങ്ങൾ എപ്പോഴും കാണാം. എന്നിട്ടോ ആ മേഘങ്ങളിൽ നിന്ന് വർഷിക്കുന്ന എന്താ? ലങ്കയുടെ 4 ഭാഗത്തും ചൂടുള്ള രക്തം ആ മേഘങ്ങൾ വർഷിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ഈശ്വരന്മാരുടെ പ്രതിമകൾ കരയണു. ആ പ്രതിമകൾ വേർക്കണു. എന്നിട്ട് ഇരിക്കണ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറുന്നു പ്രതിമകൾ. ഇതൊക്കെ ഒരു ചീത്ത ലക്ഷണമാണ് എന്ന് പറയാണ്. അപ്പം നമുക്ക് ഇത് 3 വായിച്ചെന്ന് ഇവിടെ നിർത്താട്ടോ. അതായത് മാല്യവാൻ്റെ വാക്കുകളാണ്, മുഴുവനായിട്ടില്ല. യഥാ പ്രവിഷ്ടാ നഗരീം ജാനകീ രാമവല്ലഭ തദാതിപുര്യാം ദൃശ്യന്തേ നിമിത്താനി ദശാനന ഘോരാണി നാശഹേതൂനി താനി മേ വദത ശൃണു ഖരസ്തനിത നിർഘോഷ മേഘ അതിഭയങ്കര, ഭയങ്കര മേഘങ്ങൾ. ശോണിതേനാഭിവർഷ്യന്തി, ചോര വർഷിക്കണു.
ലങ്കാമുഷ്ണേന സർവദാ എപ്പോഴും. പിന്നെയോ രുദന്തി ദേവലിംഗാനി, ദേവലിംഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്മാരുടെ പ്രതിമകൾ കരയണു, സ്വിദ്യന്തി വിശർക്കണു, പ്രചരന്തി ചലിക്കുന്നു, സ്ഥലം മാറുന്നു. ഇതൊക്കെയാണ് അപ്പം കാണുന്നത്. ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.